ഹായ് ട്രേഡേഴ്സ്, ഇന്ന് മെയ് 12 സമയം 9:14. ദിസ് ഈസ് അനു ജോസ്. AJ ക്യാപിറ്റലിൻ്റെ മറ്റൊരു ട്രേഡിംഗ് സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഗ്ലോബൽ മാർക്കറ്റെല്ലാം വളരെ നെഗറ്റീവാണ്. പക്ഷേ സിംഗപ്പൂർ നിഫ്റ്റി അത്ര തന്നെ നെഗറ്റീവ് ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റിനെ വെച്ച് നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവ് ആകേണ്ടിയിരുന്നു. പക്ഷേ എനിവേ ജസ്റ്റ് 27 പോയിൻ്റാണ് ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത്, -27 നിഫ്റ്റി. അതേപോലെ തന്നെ ജസ്റ്റ് 150 പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റി സെറ്റിലായിരിക്കുന്നത്. എനിവേ ഇവിടുന്ന് ഒരു ഡൗൺ ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഫുൾ റെഡിഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബെയർനിഷ്നെസ് ഈ ഒരു തുടർന്ന് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. 150 പോയിൻ്റിൽ നിന്നും ബാങ്ക് നിഫ്റ്റി 200 പോയിൻറ്റിലെത്തി. നിഫ്റ്റി ആണെങ്കിലും 50 പോയിൻ്റ് മൈനസിലെത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ അല്പം ബുള്ളിഷായിട്ടുള്ളത് തന്നെ മെറ്റൽ സെക്ടർ തന്നെയാണ്. മെറ്റൽ ഫാർമ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മെറ്റലും ഫാർമ തന്നെയാണ് ബുള്ളിഷായിട്ടുള്ളത്. പീക്കായിരിക്കുന്ന സെക്ടർ നോക്കുകയാണെങ്കിൽ ബാങ്ക് തന്നെയാണ്. മാർക്കറ്റ് ഇവിടെ ഡൗൺ ഡയറക്ഷനിൽ ട്രേഡ് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓപ്ഷൻസ് സെല്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിഫ്റ്റിയിൽ ബോത്ത് ഡയറക്ഷനിൽ നമ്മൾ ഓപ്ഷൻസ് സെല്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് വളരെ വോളറ്റൈലായിട്ട് തോന്നുന്നില്ല. എനിവേ നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ പ്രീമിയം എല്ലാം ഓപ്ഷൻസ് പ്രീമിയം എല്ലാം വളരെ കുറവാണ്. സമയം 9:30 ആയിരിക്കുന്നു. നമ്മളൊരു നിഫ്റ്റിയുടെ ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചർ സെല്ല് ചെയ്ത പോയിന്റിൽ നിന്നും ഫ്യൂച്ചർ അല്പം അപ്പ് ഡയറക്ഷനാണ് ട്രേഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിനകത്ത് നമുക്ക് ചെറിയൊരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ട്രെൻഡ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ബെയറിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 250 റുപ്പീസാണ് നമുക്കിപ്പോൾ ലോസ് വന്നിരിക്കുന്നത്. ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു മിനിമം പ്രോഫിറ്റ് എടുക്കാതെ എക്സിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം ഇതിൻ്റെ ബ്രേക്ക് ഈവൻ കൂടുതലായിരിക്കും. കാരണം ടാക്സ് പോലുള്ള കാര്യങ്ങൾ കൂടുതലാണ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ മാർക്കറ്റ് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവേണ്ടതാണ്. ഫ്യൂച്ചർ ചെറിയ പ്രോഫിറ്റിലോട്ട് വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. മാർക്കറ്റ് ഡൗൺ ഡയറക്ഷൻ വരുന്നുണ്ട്. ഫ്യൂച്ചറിൻ്റെ അത് 700 റുപ്പീസ് പ്രോഫിറ്റ്. 4700 രൂപയാണ് നമ്മുടെ ഓപ്ഷൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡെബിറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും റിസ്ക് ഓപ്ഷൻ്റെ അത് വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റിൽ 240-250 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. ഓപ്ഷൻ പോലെയല്ല, ഫ്യൂച്ചറിൽ നമുക്കൊരു 500 റുപ്പീസ് എബോ പ്രോഫിറ്റ്. അത് പ്രോഫിറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് പ്രോഫിറ്റായിട്ട് കിട്ടും നമുക്ക് ആഫ്റ്റർ ടാക്സ് കാര്യങ്ങളൊക്കെ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഫ്യൂച്ചറിൽ എടുക്കുന്ന റിസ്ക് വെച്ച് നമുക്കതൊരു പ്രോഫിറ്റല്ല, ഒരു 2000 റുപ്പീസൊക്കെ പ്രോഫിറ്റ് കിട്ടിയാലേ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അനുകൂലമാണ്. നമ്മൾ ഓപ്ഷൻ ബൈ ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത് 31 രൂപയുടെ ഓപ്ഷനായിരുന്നു. ഇപ്പം 26 രൂപയായിരിക്കുകയാണ്. ഓപ്ഷൻ ജസ്റ്റ് നിയർലി 1000 റുപ്പീസ് പ്രോഫിറ്റ്. പക്ഷേ നമുക്ക് ഫ്യൂച്ചർ. പക്ഷേ ഓപ്ഷൻ്റെ അകത്തും നല്ലൊരു ലോസാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. പെട്ടെന്നൊരു ഡൗൺ ഡയറക്ഷൻ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം കുറേ നേരം നിന്ന് ഓപ്ഷൻസ് എല്ലാം ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ 87 പോയിൻ്റ് മൈനസാണ്. നമ്മുടെ P&L കോസ്റ്റ് നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇത് ഓപ്പണിങ്ങിൽ ചെയ്തിരുന്ന ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടിയാണ്. ഇവിടുന്ന് ഡൗൺ ഡയറക്ഷൻ എത്രത്തോളം വരും? ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സിൽ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഓഫ്കോഴ്സ് നമുക്ക് റിസ്ക് ആയിരിക്കും, ലോസ് ആയിരിക്കും സംഭവിക്കുക. അല്ലെങ്കിൽ അത്രയും വലിയ ബുള്ളിഷ് ആയിരിക്കണം. സെല്ലേഴ്സ് അത്ര സ്ട്രോങ് ആണെന്ന് തോന്നുന്നില്ല. ഒരു ബുള്ളിഷ്നെസ് കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് 300, 400, 500 വരെ പ്രോഫിറ്റ് വന്നിരുന്നു. അന്ന് പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് നല്ലൊരു ഫ്രീ ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടേണ്ടതാണ് ഈ ട്രേഡിൽ. 500 എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് എക്സിറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വലിയ മെച്ചം ഉണ്ടാകത്തില്ല. നമുക്കിപ്പം നമ്മുടെ ഡയറക്ഷൻ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിപ്പോൾ എക്സിറ്റ് ചെയ്യാവുന്നതാണ്.
എനിവേ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. ഒരുപക്ഷെ നമ്മൾ ഫ്യൂച്ചർ മാത്രമേ ചെയ്തെങ്കിൽ നമുക്കിപ്പം 1200 പ്രോഫിറ്റാണ്. പക്ഷേ നമുക്ക് അവിടെ എടുക്കുന്ന റിസ്ക് ഹെവിയാണ്. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ലോസ് ഉണ്ടാവും. നമ്മളിപ്പോൾ പൊസിഷൻ എക്സിക്യൂട്ട് ചെയ്തത് ഏകദേശം 9:28 ഇപ്പം ഓൾറെഡി 9:34 കഴിഞ്ഞിരിക്കുന്നു. അതായത് 6 മിനിറ്റ് ആയിരിക്കുകയാണ്. മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പോരാ. നമുക്കിപ്പം 1000 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആയിരിക്കുകയാണ്. വൺസ് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നതായിരിക്കും സേഫ്. കാരണം തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ഉറപ്പായിട്ടും കിട്ടത്തില്ല. അല്ലെങ്കിൽ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള സിംഗിൾ ക്യാൻഡിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണം. 1000 രൂപ പ്രോഫിറ്റിന് നമ്മൾ 600 രൂപയിലിട്ട് എത്ര പെട്ടെന്നാണ് ഇരിക്കുന്നത്. മാർക്കറ്റ് തിരിച്ച് കയറുന്നവർ കാണുന്നില്ല. അവിടുന്ന് ഡൗൺ ഡയറക്ഷനാണ്. ഈ ചാർട്ട് നോക്കുന്നുണ്ട് സിസ്റ്റത്തിൽ. നിങ്ങൾക്കിപ്പോൾ ചാർട്ടും പിയാനിലും ഒരുമിച്ച് കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചാർട്ട് കാണിക്കാത്തത്. നമുക്കറിയാം ഈ പിയാനിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ ഡയറക്ഷനിൽ. കാരണം ഫ്യൂച്ചറിൻ്റെ അകത്ത് നമുക്ക് 2000-ലധികം പ്രോഫിറ്റ് കിട്ടിയിരിക്കുകയാണ്. 1200 കാരണം ഒരു ഗ്യാപ്പ് ഡൗൺ പോലെയാണ് പോയത്. പക്ഷെ അവിടുന്ന് തിരിച്ച് കയറുകയാണ് ചെയ്തത്. ദാറ്റ് മീൻസ് എനിക്ക് തോന്നുന്നത് അവിടുന്ന് ട്രെൻഡ് റിവേഴ്സലാവാൻ സാധ്യത നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സോ നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ നിന്നൊരു നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുന്നത് സെല്ല് ചെയ്ത് ബൈ ചെയ്തത് 747 അതേ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു ക്യാൻഡിൽ ഡൗൺ ഡയറക്ഷനിൽ ഓപ്പണായി അവിടെ നിന്ന് ട്രേഡ് ചെയ്ത് മുകളിലോട്ട് കയറുന്നതാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാനത് എക്സിറ്റ് ചെയ്തത്. എനിക്ക് അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 രൂപ ഇറങ്ങി. ഓക്കെ, മാർക്കറ്റ് ബെയറിഷ് തന്നെയാണ്. നമുക്ക് ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. നമുക്ക് 1200 പ്രോഫിറ്റ് വന്നിരുന്നെങ്കിൽ പോലും അതൊരു പെട്ടെന്നുള്ളൊരു ഫ്ലാഷ് മൂവ്മെൻ്റ് ആയിരുന്നു. നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമുക്കിവിടെ കാണാം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് 14,747 ആണ്. ഇപ്പോൾ 40,060 എത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല നിങ്ങൾക്കിവിടെ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എക്സിറ്റ് ആയിരുന്നു. നമ്മുടെ എക്സിറ്റ് ഇവിടെ നമുക്ക് ഓർഡറിലൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുന്ന ഫ്യൂച്ചർ 2 ഒരേ സമയമാണ്. 9:36 എക്സിറ്റ് ചെയ്ത്. അപ്പോൾ ഏകദേശം നമ്മൾ 8 മിനിറ്റാണ് ഈ ട്രേഡ് ചെയ്തിരിക്കുന്നത്. 8 മിനിറ്റാണ് നമ്മൾ 9:28 എടുത്തു, 36 എക്സിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നിഫ്റ്റി 50യിൽ നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 9:36 മൂവ്മെൻറ്റ് 1 മിനിറ്റ് ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം 9:36 എന്ന് പറയുന്നത് 9:36. ഈ ഒരു ക്യാൻഡിൽ നിന്നും അടുത്ത ക്യാൻഡിലൊരു ഗ്യാപ്പ് ഡൗൺ പോലെയാണ് വന്നത്, ഓപ്പൺ ചെയ്തത്. അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത്. അപ്പോൾ തന്നെ അത് എനിക്ക് നെഗറ്റീവാണ് ഫീൽ ചെയ്തത്. പക്ഷേ ആ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നമുക്ക് 1200 രൂപ പ്രോഫിറ്റ് കിട്ടിയത്. പക്ഷേ അവിടുന്ന് നെക്സ്റ്റ് അത് ട്രേഡ് ചെയ്ത് മുകളിലോട്ടാണ് വരുന്നത്. ശരിക്കും അത് ഒബ്വിയസ്ലി അത് ട്രേഡ് താഴോട്ടാണ് പോകേണ്ടത്. പക്ഷേ അത് ട്രേഡ് ചെയ്ത് മുകളിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഞാനത് അവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ കുറച്ചുകൂടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടതായിരുന്നു എങ്കിൽ പോലും പിന്നീട് അവിടെ നിന്ന് കണ്ടിന്യൂസ് അപ്പ് ഡയറക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ എക്സിറ്റ് പ്രോപ്പർ എക്സിറ്റ് ആയിരുന്നു. എൻട്രി നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇവിടെ എവിടെയോ നമ്മൾ എൻട്രി എടുത്തു. ഒരുപക്ഷെ നമ്മൾ ഓപ്പണിങ്ങിൽ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന എൻട്രി എവിടെയോ അല്ല, 9:28 9:28 എവിടെയാണ് 9:28 ഈ ഒരു ക്യാൻഡിൽ, അതായത് ഇവിടുന്ന് കയറി വന്ന് വീണ്ടും ഒരു നെഗറ്റീവ് വരുന്ന ഒരു മൂവ്മെൻറ്റിലാണ് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ എൻട്രി പ്രോപ്പർ എൻട്രി തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ രാവിലെ എടുത്തിരുന്നെങ്കിൽ കുറച്ചൊരു പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. എനിവേ, പക്ഷേ രാവിലെ എടുത്തിരുന്നെങ്കിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ ബുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വന്നേനെ. പക്ഷേ ഈ ഒരു പോയിന്റ് എക്സാക്റ്റ് കാരണം നമ്മൾ 9:28 ശേഷം മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണിച്ചിട്ടില്ല. കണ്ടിന്യൂസ് നെഗറ്റീവ് ആയിരുന്നു. നമ്മൾ എക്സാക്റ്റ് ബോട്ടത്തിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ എക്സിറ്റ് ആയിരുന്നു. ഇതിൻ്റെ നമുക്കൊരു മോർ ദാൻ അറൗണ്ട് 700 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഫ്യൂച്ചർ ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് കൂടുതലാണ്. ബ്രോക്കറേജ് എല്ലാത്തിനും സെയിം തന്നെയാണ്. പക്ഷേ ടാക്സ് കാരണം ടേൺ ഓവർ കൂടുതലാണ് ഫ്യൂച്ചറിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സ് കൂടുതൽ കൊടുക്കണം. എനിവേ, ഫ്യൂച്ചർ നമ്മൾ പതിവായിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടാണ്, ഈ അടുത്ത കാലത്ത് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് മാത്രം സെല്ല് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മടുപ്പിക്കുന്ന ഒരു ട്രേഡിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫ്യൂച്ചർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ഓപ്ഷൻ ഞാൻ രാവിലെ ട്രൈ ചെയ്തിരുന്നു. ആക്ച്വലി ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നു. പക്ഷേ ട്രിഗർ ചെയ്യാനുള്ളൊരു കാരണം അത് വളരെ ഞാൻ ഓപ്ഷൻ സെല്ലാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്.
ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ എക്സിറ്റ് ചെയ്ത പോയിന്റ് ഒന്നും വളരെയധികം ഓൾമോസ്റ്റ് നമ്മൾ ബൈ ചെയ്ത് അല്ലെങ്കിൽ സെല്ല് ചെയ്തൊരു റേഞ്ചിലോട്ട് 79 നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 73 നിഫ്റ്റി. അപ്പം ആ ഒരു എക്സിറ്റ് ആണ് ഇപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നല്ല, നമ്മൾ പ്രോപ്പർ എക്സിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതിന് ഒരു വലിയൊരു ലെക്കാണ്. കണ്ടിന്യൂസ് അപ്പ് ഡയറക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു 2400 പ്രോഫിറ്റ് നഷ്ടപ്പെടും. പക്ഷേ അതേസമയം നമ്മൾ 31 സെല്ല് ചെയ്ത ഓപ്ഷൻ സ്റ്റിൽ 26 നമുക്ക് അവിടെയും നല്ലൊരു ഹ്യൂജ് 500 റുപ്പീസ് ലോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നെറ്റ് ലോസിലായിരിക്കും ഉണ്ടാവുക. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ലോസിലായിരിക്കും. അല്ലെങ്കിൽ ഹെവി മൂവ്മെൻ്റ് ആയിരിക്കണം, ഒരു 100 പോയിൻ്റൊക്കെ അല്ലെങ്കിൽ 50 പോയിൻ്റ് ഒരു സിംഗിൾ ക്യാൻഡിലേക്ക് കയറുന്ന രീതിയിലുള്ള വലിയ മൂവ്മെൻറ്റ് വന്നാൽ മാത്രമേ നമ്മൾ ഓപ്ഷൻ നമ്മളെ രക്ഷിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. എനിവേ ഇനി ഓപ്പർച്യൂണിറ്റീസ് നോക്കി വേണേൽ റിലയൻസിലൊരു ട്രൈ ചെയ്യാം. ഓപ്ഷൻസിൻ്റെ അകത്ത് മാർക്കറ്റ് അല്പം ഒരു വോളറ്റൈലായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഓപ്ഷൻസിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യാൻ ഇനിയും ഫ്യൂച്ചറിൻ്റെ അകത്ത് ഡയറക്ഷൻ കിട്ടിയാൽ വീണ്ടും ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ട്രേഡ് ഒരേ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ അല്ലെങ്കിൽ ഒരേ ഒരു സ്റ്റോക്കിലാണെങ്കിലും ഓപ്ഷനിലാണെങ്കിലും ചെയ്യാറില്ല ഞാനങ്ങനെ. വൺസ് ട്രേഡ് ചെയ്ത് അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ഈവൻ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും. റിവെഞ്ച് ട്രേഡുകളൊക്കെ നമ്മളൊരു കാലത്ത് ചെയ്തിരുന്നു. അതിൽ നിന്നെല്ലാം പല പാഠങ്ങളും പഠിച്ച് നമ്മൾ റിവെഞ്ച് ട്രേഡ് നിർത്തി. ഇപ്പോൾ മാർക്കറ്റ് ഒരു ചെറിയ നെഗറ്റീവ് ട്രെൻഡ് വരുന്നുണ്ട്. മാർക്കറ്റ് അത്ര ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു തവണ കൂടെ ഫ്യൂച്ചർ ട്രൈ ചെയ്യാമായിരുന്നു. ഇനി നമുക്ക് റിലയൻസ് ഒന്ന് നോക്കാം. റിലയൻസ് നമ്മുടെ സ്വന്തം സഹചാരിയാണല്ലോ. റിലയൻസ് രാവിലെ 10 പോയിൻ്റായിരുന്നു നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ. ഇപ്പം 20 പോയിൻ്റ് മൈനസ്. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലാണ് റിലയൻസ്. അപ്പം ഗ്യാപ് ഡൗൺ അവിടെ നിന്ന് ഡൗൺ ഡയറക്ഷൻ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് സെല്ല് ചെയ്യാനൊരു കോൺഫിഡൻസ് വന്നില്ല. കണ്ടിന്യൂസ് ഡൗൺ ഡയറക്ഷനാണ്. ഇപ്പം റിലയൻസ് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ റിലയൻസ് അപ്പ് ഡയറക്ഷനിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നോ. റിലയൻസ് ഓൾറെഡി ഒരു ബൈയിങ് സിഗ്നൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബൈയിങ് സിഗ്നൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിട്ടുണ്ട്. അതിവിടെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൺഫർമേഷൻ കിട്ടും. നമ്മൾ റിലയൻസ് സെല്ല് ചെയ്യുന്നത് അല്പം റിസ്ക് ട്രേഡ് ആയിരിക്കാം. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയും, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നഷ്ടം ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ ക്യാപിറ്റൽ കളയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എക്സ്പയറി സ്പെഷ്യലി ഒരു ട്രേഡ് വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. കാരണം ഇന്നാണ് എക്സ്പയറി. ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കും അറിയത്തില്ലാത്ത എക്സ്പയറി ആയിരിക്കും ഇന്നത്തെ എക്സ്പയറി. പല ദിവസങ്ങളിൽ അത് സംഭവിക്കാറുണ്ട്. കാരണം ആസ് യൂഷ്വൽ നാളെയാണ് എക്സ്പയറി, പക്ഷെ നാളെ ഹോളിഡേ ആയതുകൊണ്ട് ഇന്നാണല്ലോ എക്സ്പയറി. സ്റ്റോക്കുകളൊന്നും വലിയ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നില്ല. ചില സ്റ്റോക്കുകളൊക്കെ സ്റ്റിൽ ബുള്ളിഷാണ്. എൻ്റെ പോർട്ട്ഫോളിയോ ആണെങ്കിലും ഇന്നും പോസിറ്റീവ് തന്നെയാണുള്ളത്. മാർക്കറ്റ് ഇത്രയും നെഗറ്റീവായിട്ടും പോർട്ട്ഫോളിയോ പ്രോഫിറ്റാണുള്ളത്. എനിവേ നിഫ്റ്റി 50യുടെ ഓപ്ഷൻസ് സെല്ല് ചെയ്യുകയാണെങ്കിൽ 14,900 5 രൂപയുണ്ട്, 14,600 5 രൂപയുണ്ട്. മാർക്കറ്റ് ഇനി ഇവിടുന്ന് വലിയൊരു വോളറ്റൈൽ മൂവ്മെൻറ്റിലോട്ട് പോയിട്ടില്ലേ നമുക്കൊരു ട്രൈ ചെയ്യാവുന്നതാണ്. നോ, ബൈ മിസ്റ്റേക്ക് സെൽ ഓർഡറിന് പകരം ഞാൻ ബൈ ഓർഡർ പ്ലേസ് ചെയ്തു. താങ്ക്സ്, അത് ട്രിഗർ ആയില്ല. ഇൻട്രാഡേ ബൈ ഓർഡർ അലോ ചെയ്യത്തില്ല. ദാറ്റ്സ് ഗുഡ്. വീഡിയോ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. നിങ്ങളെ മടുപ്പ് മാറ്റാൻ വേണ്ടി ക്യാമറ ഡാൻസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. എനിവേ ഓപ്ഷൻസിൽ അല്പം റിസ്ക്കിയാണ് സാർ. ഓക്കെ, നമ്മൾ 2 ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു സ്ട്രാങ്കിളാണ് ചെയ്തിരിക്കുന്നത്.
അല്പം റിസ്ക്കിയാണ്. ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് 9.45, അതേപോലെ ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് മൈ ഗോഡ് 24 റുപ്പീസ്. ഇതേതാ കോളാണ്. 5 രൂപ റേഞ്ചിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മളൊരു ഈവൻ 6 റുപ്പീസ് സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ പോലും നമ്മൾ 11 രൂപ സ്റ്റോപ്പ് ലോസ് കൊടുക്കണം. 11 രൂപ എന്ന് പറയുന്നത് പുട്ടിലാണ് ഇപ്പോൾ റിസ്ക് വരുന്നത്. 11 രൂപ എന്ന് പറയുന്നത് ഓക്കെ. ഇന്നത്തെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 11 രൂപ ട്രിഗർ ചെയ്തില്ല. നമുക്കൊരു 10 രൂപ സ്റ്റോപ്പ് പുട്ടിന് കൊടുക്കാവുന്നതാണ്. അത്ര വലിയ ഒരു മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് പോട്ടെ. അതിലും വലിയ റിസ്ക് വരത്തില്ല. 450 രൂപ. നമ്മളതിൻ്റെ അകത്തൊരു 450 റുപ്പീസാണ് നമ്മൾ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 450 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ പകുതി നഷ്ടപ്പെടും എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പം നമ്മളിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് അല്ല, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ സെറ്റ് ചെയ്യുന്നു. 10 റുപ്പീസ് നഫ്. പോകുമ്പോൾ ഒരുപാട് കളയണ്ടല്ലോ. അങ്ങനെ നമ്മൾ പുട്ട് ഓപ്ഷന് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കോൾ ഓപ്ഷനും നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നു. ചാർട്ട് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാം ഇവൻ 11 രൂപയല്ല, അതിനും മുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 17, 18, 16 രൂപയിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. സോ നമുക്ക് ഇവനൊരു ഇനി മാർക്കറ്റ് എത്രയും ഗ്യാപ് ഡൗൺ ആയി ഇറങ്ങി വന്നല്ലേ, ഇനിയിപ്പം ഒരു 10 രൂപ സ്റ്റോപ്പ് ലോസ് ഇനഫ് ആണെന്ന് തോന്നുന്നു. 10 രൂപ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 400 രൂപ ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പം ട്രിഗർ ചെയ്താൽ നമുക്ക് വരും. അതല്ലെങ്കിൽ നമുക്ക് അത്രയും റിസ്ക് വരത്തില്ല. പുട്ടിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, കോളിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. മാർക്കറ്റ് ഡൗൺ ഡയറക്ഷനിലാണ് പോകുന്നത്. സോ പുട്ട് റിസ്കിലോട്ട് വരുന്നുണ്ട്, കോൾ അങ്ങനെ തന്നെയുണ്ട്. നമുക്ക് ഏതായാലും ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചേ, കാരണം ഓപ്ഷൻ സെല്ലിങ് വളരെ ഡേഞ്ചറാണ്. ഇപ്പോൾ നമ്മുടെ ഓപ്പൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇട്ട എക്സൈഡ് എൻട്രി ഇതുവരെ ട്രിഗർ ആയിട്ടില്ല. അതിൻ്റെ പ്രൈസ് ഇറങ്ങിപ്പോയി. എന്തൊരു ഹെഡ്ജിങ്. കാരണം ഒരേപോലെ 3.75, 3.75 ആ ഒരു രീതിയിൽ പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയോടടുത്തു 10:54 ആയിരിക്കുകയാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു 200 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 1100 രൂപയായി. അപ്പോൾ നിഫ്റ്റി അവിടെ നിന്ന് ഒരു ഡൗൺ ഡയറക്ഷനിൽ വന്ന് നമ്മുടെ പുട്ട് അല്പം റിസ്കിൽ വന്നിരുന്നു. എങ്കിൽ പോലും പിന്നീട് നിഫ്റ്റി അവിടെ നിന്ന് അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് റിക്കവറി ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ പുട്ടിൻ്റെ അതിപ്പോൾ നമുക്ക് പ്രോഫിറ്റിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഫർദർ ഇത് ചെറിയ രീതിയിൽ നിഫ്റ്റി റിക്കവറി ചെയ്താൽ പോലും നമുക്ക് കുഴപ്പമില്ല. വീണ്ടും മുൻപ് വന്ന ലോ വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ റിസ്ക് വരത്തില്ല. അതിലും താഴെ, അതായത് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസ്ക് ട്രിഗർ ആകാൻ സാധ്യതയുള്ളൂ. നമുക്കിവിടെ കാണാം ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഏകദേശം ഒരു അറൗണ്ട് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് അല്പം റിസ്കിലോട്ട് വന്നെങ്കിലും വീണ്ടും റിക്കവർ ചെയ്യുന്നു. ആ ഒരു സ്റ്റേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് 1 മിനിറ്റ് ക്യാൻഡിലാണ്. 1 മിനിറ്റ് ക്യാൻഡിൽ ആക്ച്വലി 1 മിനിറ്റ് ക്യാൻഡിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് വൈൽ ഇൻട്രാഡേ ട്രേഡിങ്. ഒരു പക്ഷേ ഈ ഒരു 14,750 ബ്രേക്ക് ചെയ്യാൻ സാധ്യത കുറവാണ് തോന്നുന്നു. അവിടെ നിന്ന് വീണ്ടും ഡൗൺ ഡയറക്ഷനിൽ വന്നാൽ നമ്മൾ റിസ്കിലോട്ട് വരും. അഥവാ 15,750 ബ്രേക്ക് ചെയ്താൽ വലിയ ബുള്ളിഷ് അല്ലെങ്കിൽ അതായത് 14,775 ആ ഒരു റേഞ്ചിലേക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് വരത്തില്ല. ഓഫ് കോഴ്സ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 14,900, 14,600. ഇപ്പം ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റി 750. ദാറ്റ് മീൻസ് നമ്മുടെ വൈഡ് റേഞ്ച് 300 പോയിൻ്റാണ്. ഇൻ ബിറ്റ്വീൻ അതായത് ബോത്ത് സൈഡ് 150 പോയിൻ്റാണ് ഇപ്പോൾ ഉള്ളത്. 750 പോയിൻറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 14,750 ട്രേഡ് ചെയ്തത് 740. ദാറ്റ് മീൻസ് ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലും ഒരേ ഡിഫറൻസ് ആണുള്ളത്, സ്ട്രൈക്ക് പ്രൈസ് ഡിഫറൻസ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ സേഫാണ്. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ സിംഗിൾ ഡയറക്ഷൻ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ട്രിഗർ ചെയ്യുന്നതായിരിക്കും. സമയം ഇപ്പോൾ 11:15 11:14.
നമുക്കിപ്പം 1100 രൂപയാണ്. നമുക്ക് ഹയസ്റ്റ് പ്രോഫിറ്റ് വന്ന് 1200 വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ ചാർട്ടിൽ നോക്കിയാൽ കാണാം, നിഫ്റ്റിയുടെ ചാർട്ട് 134 പോയിൻറ്റ് മൈനസ് 5 മിനിറ്റ്സ് ചാർട്ടാണിത്. ഇവിടെയാണ് നമ്മൾ അല്പം മുമ്പ് ഞാൻ പറഞ്ഞ 14,750 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയില്ലാന്ന്. 14,750 ബ്രേക്ക് ചെയ്ത് നമ്മൾ റിസ്കിൽ, അതായത് നമ്മുടെ കോൾ 14,775 ബ്രേക്ക് ചെയ്താൽ കോൾ റിസ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പം 14,775 നല്ലൊരു ബെയറിഷ് ട്രെൻഡാണ് ഇപ്പം കാണുന്നത്. 5 മിനിറ്റ്സ് ക്യാൻഡിൽ 2 ബിഗ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ലോ ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ളൊരു, അല്ലെങ്കിൽ ആ ഒരു ലോ ലെവലിൽ എത്തിയിരിക്കുകയാണ്. ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ 14,750 നിന്ന് കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് തിരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ മാത്രമേ അത് ബുള്ളിഷ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഡൗൺ ഡയറക്ഷനിൽ കൂടുതൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് റിസ്ക് വന്നത്. കോൾ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് 250 റുപ്പീസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പുട്ട് ഓപ്ഷനും പ്രോഫിറ്റ് ആയിരുന്നു അല്പം മുമ്പ് ഉണ്ടായിരുന്നത്. ഈ ഒരു സഡൻ ഫോളിലാണ് നമുക്ക് പുട്ട് ഓപ്ഷൻ്റെ അകത്ത് ലോസ് വന്നിരിക്കുന്നത്. എനിവേ നമുക്ക് ടോട്ടൽ ആ ഒരു ട്രേഡിൻ്റെ അകത്ത് വലിയ റിസ്ക് വന്നിട്ടില്ല. സ്റ്റിൽ നമ്മൾ ഒരു നിയർലി 200 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് തന്നെയാണുള്ളത്. 170 അപ്പോൾ നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് മോർ ദാൻ 200 റുപ്പീസ് റിസ്ക് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ ചാർട്ട് നോക്കിയാൽ കാണാം. രാവിലത്തെ ലോ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി 150 പോയിൻറ്റ് മൈനസ്, ബാങ്ക് നിഫ്റ്റി നിയർലി 450 പോയിൻറ്റ് മൈനസ്. നമുക്കിവിടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കി കാണാം. രാവിലത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്തിരിക്കുകയാണല്ലോ. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നല്ല ഹെവി ഫോൾ ആയിട്ട് ഡൗൺ ഡയറക്ഷനാണ് നമുക്കിവിടെ കാണുന്നത്. 1 മിനിറ്റ് ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കാണാം ആ ഒരു റേഞ്ചിൽ നിന്ന് നല്ലൊരു ഡൗൺ മൂവ്മെൻ്റ് ആണ് കാണുന്നത്. 5 മിനിറ്റ്സ് ക്യാൻഡിലാണെങ്കിൽ പോലും 150 പോയിൻറ്റ് മൈനസ് ആണ്. ഈ ഒരു റേഞ്ചായിരുന്നു നമ്മൾ പറഞ്ഞ സപ്പോർട്ട്. അത് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല മൂവ്മെൻ്റ് ആണ് ഡൗൺ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പുട്ടിൻ്റെ അകത്ത് മോർ ദാൻ 200 റുപ്പീസ് റിസ്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് എടുത്തിട്ടുണ്ട്. മേ ബി സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തപ്പോൾ നമ്മളൊരു ഹ്യൂജ് റിസ്കിൽ നമുക്ക് അത്രയും ലോസ് വരത്തില്ല. കാരണം നമ്മുടെ കോൾ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കോൾ ഓപ്ഷൻ ഇപ്പോൾ എക്സിറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് 2 രൂപയുണ്ട്. അപ്പം ഏതായാലും നമുക്ക് കോൾ ഓപ്ഷൻ്റെ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈവൻ ഇത് പുട്ട് ഓപ്ഷൻ ട്രിഗർ ചെയ്താൽ നമുക്കൊരു എത്രയാണ് 5 റുപ്പീസ് എന്ന് പറയുമ്പം 370 നിയർലി 400 റുപ്പീസ് നമുക്കിവിടെ ലോസ് വരും പുട്ട് ഓപ്ഷൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു ലോസ് കവർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കണം. എനിക്ക് തോന്നുന്നില്ല, കാരണം 14,900 നിഫ്റ്റി തിരിച്ചു പോകുമെന്ന്. ദാറ്റ് മീൻസ് 200 പോയിൻറ്റ് ഇനി കയറണം. മാർക്കറ്റ് എൻ്റെ മാർക്കറ്റ് നെഗറ്റീവിലാണുള്ളത്. ഇന്ന് ഓപ്പണിങ്ങിൽ ഗ്ലോബൽ മാർക്കറ്റ് വരെ നെഗറ്റീവ് ആയിരുന്നു. ഇപ്പം നമ്മുടെ മാർക്കറ്റ് നല്ല നെഗറ്റീവ് മോഡിലോട്ട് വരുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പക്ഷേ ഇവിടുന്ന് ഒരു ബൗൺസ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പുട്ടും പ്രോഫിറ്റും കിട്ടുന്നതായിരിക്കും. പുട്ട് നമ്മൾ 5 രൂപയിൽ 5.40 സെല്ല് ചെയ്ത് ഇപ്പോൾ 8.40 എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് 2 റുപ്പീസ് ഇവിടുന്ന് അപ്പ് സൈഡ് പോയി കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം ഓപ്ഷൻ്റെ അകത്ത് 2 റുപ്പീസ് മൂവ്മെൻറ്റ് എന്നെല്ലാം പറയുന്നത് ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് സംഭവിച്ചാൽ നമ്മുടെ പുട്ട് നമുക്ക് സ്റ്റോപ്പ് ട്രിഗർ ചെയ്യും. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം പുട്ട് സ്റ്റോപ്പ് ട്രിഗർ ചെയ്താൽ അപ്പോൾ തന്നെ കോള് കവർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി ഞാൻ ഇന്ന് എക്സ്പയറി കൂടെ ആയതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ കോള് കീപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കിവിടെ കാണാം നിഫ്റ്റി 50 ഇപ്പം ചെറിയൊരു റിക്കവറി കാണുന്നുണ്ട്. എനിവേ ദാറ്റ്സ് ഗുഡ്. ഈ ഒരു റേഞ്ചിൽ നമ്മുടെ പുട്ട് സ്റ്റോപ്പ് അടിച്ചാൽ പോലും നമുക്ക് 14,775 ചാൻസ് ഉണ്ട്. 14,775 എന്ന് പറയുന്നതൊക്കെ നിഫ്റ്റി വീണ്ടും ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ടച്ച് 14,75 കുഴപ്പമുണ്ടാകത്തില്ല. 775 ഒരു 14,800 എല്ലാം ക്രോസ് ചെയ്ത ഒരു പക്ഷേ നമുക്ക് നമ്മുടെ പുട്ട് നമ്മുടെ കോഡ് സ്റ്റോപ്പ് ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിവേ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്, നല്ല കാര്യം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ട്രിഗർ ചെയ്തില്ല. നമ്മുടെ പുട്ടിൻ്റെ അത്ര ലോസ് റെഡ്യൂസ് ആയിട്ടുണ്ട്. 7.55 എത്തിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ രാവിലെ ഫ്യൂച്ചർ ചെയ്തതിൻ്റെ അകത്ത് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യാൻ സാധ്യതയില്ല. പലവട്ടം മാർക്കറ്റ് റിക്കവറി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ 21 രൂപയ്ക്ക് കവർ ചെയ്ത ഓപ്ഷൻ ഇപ്പോൾ 9 രൂപ 10 രൂപ എത്തിയിരിക്കുകയാണ്.
പക്ഷേ ഇപ്പം ആ ഒരു 14,750 നിന്നുള്ളൊരു ഡൗൺ ഡയറക്ഷൻ വേണമെങ്കിൽ ക്യാച്ച് ചെയ്യാമായിരുന്ന ഒരു പെർഫെക്റ്റ് ട്രേഡായിരുന്നു. എനിവേ ഞാൻ നിഫ്റ്റിയിൽ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് പുതിയൊരു പൊസിഷൻ എടുക്കാതിരുന്നത്. സമയം 11:21. പോട്ടിൻ്റെ റിസ്ക് കുറഞ്ഞു വരുന്നുണ്ട്. സമയം ഇനി ഒരുപാടുണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ. സമയം ഏകദേശം 1:40 നമുക്കിവിടെ കാണാം വീണ്ടും നിഫ്റ്റി ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. വീണ്ടും ഒരു ഡൗൺ ഡയറക്ഷൻ പോകാനുള്ളൊരു ചാൻസസ് കാണുന്നുണ്ട് നിഫ്റ്റിയിൽ. 14,730 ബ്രേക്ക് ചെയ്ത് അപ്പ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ മാർക്കറ്റ് നെഗറ്റീവാണ്. ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത ഒരു ക്രൂഷ്യൽ പോയിന്റിലാണുള്ളത്. അതായത് മാർക്കറ്റ് അവിടെ നിന്ന് either ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സ് മീൻസ് ഇപ്പോൾ പോകുന്ന ഒരു കഴിഞ്ഞ 20 മിനിറ്റായിട്ട് മാർക്കറ്റ് ബുള്ളിഷാണ്. ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സ് വീണ്ടും നെഗറ്റീവിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അവിടെ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പ് ഡയറക്ഷനിലോട്ട് പോകാനുള്ളൊരു 14,775 800 റേഞ്ചിലോട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയും അവിടെയുണ്ട്. നിഫ്റ്റി ആ ലോ വന്നിട്ട് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ വലിയ ബിഗ് 2 ക്യാൻഡിൽ നിഫ്റ്റി റിക്കവറി ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റ് അറൗണ്ട് 1,200 റുപ്പീസ് പ്രോഫിറ്റ്, 200 ആൻഡ് അബവ് പ്രോഫിറ്റ് വന്നിരുന്നു. ആ റേഞ്ചിലാണ്. പുട്ട് ഒരുവിധം റിസ്കിൽ നിന്നും ജസ്റ്റ് ഒരു ആ ഒരു ന്യൂട്രൽ ലെവലിലോട്ട്, അതായത് നമ്മൾ സെല് ചെയ്ത റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. സേഫ് ആണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴും. ആ ഒരു റെസിസ്റ്റൻ്റ് ആ ഒരു 14,730 ബ്രേക്ക് ചെയ്ത് 730 750 റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി മുകളിലോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ പുട്ട് സേഫ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സമയം ഇനിയും ഒരുപാടുണ്ട്. 11:40 ആയിട്ടുള്ളൂ. ഇനിയും മണിക്കൂറുകൾ ഒരുപാട് ബാക്കിയുണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ. അതുകൊണ്ട് സ്റ്റിൽ നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ റിസ്കിൽ തന്നെയാണുള്ളത് നമുക്ക്. സമയം കൃത്യം 12 മണി. നമ്മുടെ പ്രോഫിറ്റ് 1,300 എത്തിയിരിക്കുന്നു. നമുക്കറിയാം നിഫ്റ്റി അവിടുന്ന് അല്പം ട്രേഡ് ചെയ്ത് അപ്പ് ഡയറക്ഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളിൻ്റെ അകത്ത് നമുക്ക് വലിയ റിസ്ക് ഒന്നുമല്ല. പ്രോഫിറ്റ് അതേപോലെ തന്നെയുണ്ട്. അല്പം കൂടിയെങ്കിലുള്ളൂ. 200 രൂപയോളം റിസ്ക് വന്ന പുട്ടിൻ്റെ അകത്ത് നമുക്കിപ്പോൾ 140 രൂപയോളം പ്രോഫിറ്റ് ഉണ്ട്. നമുക്കിവിടെ കാണാം 180 പോയിൻറ്റ് മൈനസ് പോയ നിഫ്റ്റി ഇപ്പോൾ 110 പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഏതായാലും നിഫ്റ്റി നമ്മൾ പ്രതീക്ഷിച്ച റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ചെറിയ രീതിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ഏതായാലും ബുള്ളിഷായി നമ്മുടെ കോൾ റിസ്കിൽ പോകാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. ഐ തിങ്ക് 14,750 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിനാണ്. അത് ബ്രേക്ക് ചെയ്യുമോ ഇല്ലെന്ന് കണ്ടറിയണം. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 800 റേഞ്ചിൽ മാക്സിമം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പോലും നമ്മുടെ കോളിൻ്റെ സ്റ്റോപ്പ് ട്രിഗർ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് 14,750 തന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് പറയാനുള്ളൊരു കാരണങ്ങളൊന്നും കാണുന്നില്ല. വീണ്ടും ഡൗൺ ഡയറക്ഷനിൽ ഇപ്പം മൊത്തത്തിലൊരു നമുക്ക് ഫേവറബിൾ ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 14,750 റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മെയിൻ ലെവലിലാണ്. നമ്മുടെ വൈഡ് റേഞ്ച് 300 പോയിൻ്റാണ്. അതായത് 150 പോയിൻ്റ് മെയിൻ ലെവലിലാണ് ഇപ്പം മാർക്കറ്റ് ട്രേഡ് നടക്കുന്നത്. എക്സാക്ട്ലി മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് 14,850 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 150 പോയിൻ്റ് മൈനസ്. ഓക്കെ, അപ്പം നമ്മുടെ പിയാനിൽ നമുക്കിവിടെ കാണാം 1,300 തന്നെ പ്രോഫിറ്റ് ഉണ്ട്. എന്തായാലും നമ്മുടെ കോൾ ഓപ്ഷൻ 2 രൂപയിൽ താഴെ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ലോ വന്നിരിക്കുന്നത് 1.95 രൂപ. അതിപ്പോൾ വന്നിരിക്കുന്ന ലോ ആണ് 1.95 രൂപ. ഇറ്റ് മീൻസ് നിഫ്റ്റി അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് 130 രൂപ പ്രോഫിറ്റ് ഉള്ളത്. ഇതിൻ്റെ ലോ വന്നിരിക്കുന്നത് എത്രയാണ്? 3.10 രൂപ. ഇപ്പോൾ 4 രൂപയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. എനിവേ നമുക്കിനി നിഫ്റ്റി പുട്ട് സ്റ്റോപ്പ് അടിച്ചാൽ പോലും നമുക്ക് അതിൻ്റെ ആ ഒരു ലോസ് നമുക്ക് കോളിൽ റിക്കവർ ചെയ്യാവുന്നതാണ്. 450 രൂപയാണ് ഈ ഒരു ട്രേഡിൽ ഞാൻ കണ്ടിരുന്ന റിസ്ക്. ഞാൻ എടുക്കാൻ തയ്യാറായിരുന്നു. മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈവൻ 450 രൂപ പോലും ഇനി വരത്തില്ല. ഇനി നമ്മുടെ സ്റ്റോപ്പ് ട്രിഗർ ചെയ്താൽ പോലും നമുക്ക് 450 രൂപ ലോസ് നമുക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം 2 മണിയായിരിക്കുന്നു. 1:59. നമ്മൾ ഏകദേശം ഈ ഒരു ലെവലിലാണ് നമ്മൾ അപ്ഡേഷൻ തന്നിരുന്നത്. അതായത് ഈ ഒരു റേഞ്ചിൽ നിങ്ങളിവിടെ കാണാം. അപ്പം ഈ ഒരു റേഞ്ചിൽ നമുക്കിവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് അല്പം സപ്പോർട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ പോലും അവിടെ നിന്ന് വീണ്ടും റിക്കവർ ചെയ്ത് നല്ല ബുള്ളിഷായി വന്നിരുന്നു മാർക്കറ്റ്. ഐ തിങ്ക് അതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് തന്നത് ഈ ഒരു മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്നത്
ഓക്കെ, ആ മൂവിങ് ആവറേജ് ക്ലോസ് ചെയ്ത് നല്ല ബുള്ളിഷായി മാർക്കറ്റ് പോയെങ്കിലും മുകളിലുള്ള അനദർ സപ്പോർട്ട് അതൊരു റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൽ വീണ്ടും മാർക്കറ്റ് വീക്കായിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാം 5 മിനിറ്റ്സ് ക്യാൻഡിൽ വളരെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ. ഓക്കെ, അപ്പം ആ ഒരു റേഞ്ച് എത്തിയപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ്, അതായത് ഇൻ ബിറ്റ്വീൻ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസിനിടയിൽ, അതായത് ഈ ഒരു എത്രയാണ് 14,780 അതേപോലെ തന്നെ 14,710 ഇടയിൽ റേഞ്ച് ചെയ്യുന്ന ആ ഒരു മീൻ ലെവലിൽ ട്രേഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്കറിയാം 750 ആണ് നമ്മുടെ മീൻ ലെവൽ. എക്സാക്ട്ലി ഇപ്പോൾ 750 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ ട്രേഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു 12 മണിയുടെ അടുത്ത് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നിയർലി 1,500 റുപ്പീസിനടുത്ത് 1,400 അപ്പോൾ പ്രോഫിറ്റ് വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ആ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് വീണ്ടും ഒരു നല്ലൊരു ഡൗൺ ഡയറക്ഷൻ, ഒരു ഓൾമോസ്റ്റ് ഒരു 50-60 പോയിൻറ്റ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡൗൺ ഡയറക്ഷനാണ് വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു അല്പം കിട്ടിയ പ്രോഫിറ്റിൽ ഒരു ചെറിയ കുറവ് വന്നില്ല, ചെറിയ. കാരണം നമുക്കിപ്പോൾ ഒരു 14,700 ബിലോ എല്ലാം പോയി കഴിഞ്ഞാൽ റിസ്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീണ്ടും അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അപ്പ് ഡയറക്ഷനോട്ട് പോവാണ്. ഇതാണ് ഇപ്പോൾ നടന്നത്. കുറച്ച് വേറെ അല്പം തിരക്കിലായിരുന്നു, കുറച്ച് കോളിൽ ആയിരുന്നു, ഓൺ കോളിലായതുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിവേ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പിവട്ട് പോയിന്റ് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ആ പിവട്ട് പോയിൻറ്റിൻ്റെ ഈ ഒരു S1 എന്ന് പറയുന്ന സപ്പോർട്ട് മാർക്കറ്റ് താഴ്ന്ന് മുകളിലോട്ട് വരുമ്പോൾ അത് നമുക്കറിയാം റെസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ആ റെസിസ്റ്റൻ്റ് പോയിന്റ് കറക്റ്റായിട്ട് അവിടെ അത് ആ റെസിസ്റ്റൻസിൻ്റെ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താഴോട്ട് പോയത്. ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് ബുള്ളിഷായിട്ട് വരുന്നത്. നമുക്ക് 94 പോയിൻ്റാണ് മൈനസ്. നമ്മൾ 180 പോയിൻറ്റോളം മൈനസ് കണ്ട മാർക്കറ്റാണ്. ഓക്കെ, നമ്മുടെ P&L ഏകദേശം 1,600 രൂപയോളം പ്രോഫിറ്റ്. യെസ്, 1,600 എബോവ് ഉണ്ട്. നമുക്കിവിടെ അധികം പ്രോഫിറ്റിന് കിട്ടാനില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഐ തിങ്ക് 800 റുപ്പീസ്, 800 പ്ലസ് 900 എന്ന് പറയുമ്പോൾ 1,700 ആണ് നമുക്ക് മാക്സിമം കിട്ടുന്ന പ്രോഫിറ്റ്. ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഫിറ്റായി. നമുക്കിനി 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്താലേ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാവുന്നതാണ്. ഒരു 80 പൈസയ്ക്ക് വരുമ്പോൾ ഇത് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഇതൊരു ആ ഒരു റേഞ്ചിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്യാം. കാരണം നമുക്കിനി വെയിറ്റ് ചെയ്താലും ഇവിടെ എത്രയാണ് 80, അതുപോലെ 80, ചെറിയൊരു പ്രോഫിറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ. 10-100 രൂപയോടെ നമുക്ക് കിട്ടും. 100 റുപ്പീസോടെ നമുക്ക് കിട്ടും. അറ്റ്ലീസ്റ്റ് 100 റുപ്പീസ് കിട്ടി കഴിഞ്ഞാൽ ഈ 2 ട്രേഡിന് കൊടുക്കാനുള്ള ബ്രോക്കറേജ് ചാർജ് കിട്ടുമെന്ന് വേണം പറയാം. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്താലും വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ടൈം അത്രയും കൂടെ സമയം പോകും, അത്ര തന്നെ. കാരണം മാർക്കറ്റ് ഇതാ 89 പോയിൻറ്റിലോട്ട് വന്നിട്ടുണ്ട്. 620 രൂപ പ്രോഫിറ്റ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് 405 ആണ്, 340. അപ്പോൾ 60 രൂപയുടെ ഇതിൻ്റെ അകത്ത് കിട്ടും. അതുപോലെ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന 435 ആണ്, 360 കിട്ടി. ദാറ്റ് മീൻസ് എത്രയാണ് 70 രൂപ. അപ്പോൾ 60, 70, ഒരു 100 ആൻഡ് അബോവ് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് അപ്പ് സൈഡിൽ നമുക്ക് വലിയ റിസ്ക് വരാനുള്ള സാധ്യതയില്ല. കാരണം 150 പോയിൻറ്റ് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നമുക്ക് 2 ഡയറക്ഷനിൽ ഒരേപോലെയാണ്. കാരണം നമ്മുടെ ആ ഒരു മീൻ ലെവൽ നമ്മൾ 300 പോയിൻറ്റ് വൈഡാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ട്രാങ്കിൾ ചെയ്യാൻ വേണ്ടി. ആ ഒരു 300 പോയിൻറ്റിൻ്റെ മീൻ ലെവലായ 150 പോയിൻറ്റ്, അതായത് നമ്മുടെ കോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 14,900. അപ്പോൾ അതിൽ നിന്നും 150 പോയിൻറ്റ് 14,750 ട്രേഡ് ചെയ്യുന്നത്. എക്സാക്ട്ലി ഇതിൻ്റെ മിഡിൽ ലെവലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോത്ത് ഡയറക്ഷനിൽ സെയിം റിസ്ക് ആണുള്ളത്, അല്ലെങ്കിൽ സെയിം ഡിഫറൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു റിസ്ക് ഇല്ല. കാരണം മാർക്കറ്റിന് 1 അവർ 1.5 അവറേ ഉള്ളൂ മാർക്കറ്റ്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഏകദേശം ഇൻട്രാഡേ ടൈം എടുക്കും. അപ്പം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളിത് പൊസിഷൻ കവർ ചെയ്യും. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിലാണുള്ളത്. ഒരു ഡീസൻ്റ് പ്രോഫിറ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാരണം ഇത് 0 ആവണമെങ്കിൽ മിനിമം നമ്മൾ 1 അവർ വെയിറ്റ് ചെയ്യണം. അതല്ല ഏതെങ്കിലും ഒരു ഡയറക്ഷനോട്ട് ഒരു വലിയ ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ രണ്ടിനകത്ത് 1 രൂപ തന്നെയല്ലോ. 1 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എത്രയാണ് 75, 150, 130 റുപ്പീസ് കിട്ടത്തുള്ളൂ. അത്രത്തോളം കിട്ടാനുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് ഹെവി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഒരെണ്ണം പെട്ടെന്ന് 0 അടിക്കും. പക്ഷേ ഒരെണ്ണം ഈ ഒരു മൂവ്മെൻറ്റിൽ പുട്ടോ കോളോ ഇതിൻ്റെ അകത്ത് 0 ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പൊസിഷൻ ഓഫ് കോഴ്സ് ഒരു അബൌട്ട് 2 റുപ്പീസ് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അബൌട്ട് 2 അല്ല 3 റുപ്പീസ് മേളിൽ കയറി പോകാനുള്ള സാധ്യതയുണ്ട്.
അപ്പം ബെറ്റർ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനും കൂടെ സമയം ലാഭിക്കാം. സമയമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ട്രേഡ് കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഇന്നിപ്പം ഓൾറെഡി ഫ്യൂച്ചറെല്ലാം ചെയ്തുകൊണ്ട് മറ്റൊരു ട്രേഡ്, ഇപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനുള്ള ഫ്യൂച്ചറല്ലാതെ മറ്റൊന്ന് ചെയ്യാനുള്ള സമയം വളരെ പരിമിതമാണ്. 90 പോയിൻ്റ് മൈനസ്. സെക്ടർ വൈസ് നോക്കുവാണെങ്കിൽ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഫാർമ അതൊരു ഓട്ടോ സെക്ടർ കയറി വന്നിട്ടുണ്ട്. വേറെ സെക്ടറുകളൊന്നുമില്ല. ടാറ്റ മോട്ടോഴ്സ് നല്ല ബുള്ളിഷായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് ഓൾറെഡി നമ്മുടെ പല ക്ലയൻറ്റിന് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സമയം ഇപ്പോൾ ഏകദേശം 2:20 2:17. നമുക്കിപ്പം 1660 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഡെലിവറി ഉണ്ടായിരുന്ന സ്റ്റോക്ക് നമ്മൾ സെല്ലിന് വേണ്ടി നമ്മൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 190 റുപ്പീസിന് അത് ട്രിഗർ ആയിട്ടുണ്ട്. 190 നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോൾ ഓപ്ഷൻ്റെ അകത്ത് വലിയ റിസ്ക് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് 65 പൈസയേ ഉള്ളൂ. അതങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോഴും 10 രൂപയിൽ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, എനിവേ അതേപോലെ തന്നെ നമ്മുടെ പുട്ടിൻ്റെ ഓപ്ഷൻ, നമുക്ക് പുട്ടിൽ അല്പം റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പുട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മളൊരു 10 രൂപയിലുണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് നമ്മൾ 1.4 അത് 1.40 പൈസയിലോട്ട് നമുക്കിവിടെ ചാർട്ട് നോക്കി കാണാം. 1 രൂപ ഈ അടുത്ത്, അതായത് ഈ ഒരു കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഒരു ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം 1.40 പൈസ എന്ന് പറയുന്നത് സേഫാണ്. കാരണം നമ്മൾ ഇപ്പം ചില ആൾക്കാർ ഓർക്കുന്നുണ്ട് ഈ 70 പൈസയ്ക്ക് എന്തിനാണ് എടുക്കുന്നത്, പ്രോഫിറ്റ് എടുത്തിട്ട് എന്ത് കിട്ടാനാണ്. 70 പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു 1 രൂപ പ്രോഫിറ്റ് എടുക്കുക പറഞ്ഞാൽ 75 റുപ്പീസ് കിട്ടും. നമുക്ക് അറ്റ്ലീസ്റ്റ് 75 രണ്ടിൽ അതുകൊണ്ട് ഒരു 100 രൂപയോ 175 രൂപ. അപ്പം 70 പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 100 റുപ്പീസോളം നമുക്ക് രണ്ടിനകത്തോടെ പ്രോഫിറ്റ് കിട്ടുക. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ ഒരു ട്രേഡ് ചെയ്തതിൻ്റെ ബ്രോക്കറേജെങ്കിലും കൊടുക്കാനുള്ള പൈസ. കാരണം നമ്മളിപ്പോൾ ഒരു ട്രേഡ് ക്ലോസ് ചെയ്താൽ പോലും നമ്മൾ വേറൊരു ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയില്ല. സമയം തീരാറായി, വേറൊരു ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമ്മളുടെ മാക്സിമം പ്രോഫിറ്റ്, അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ട് ഒരു ഹ്യൂജ് ലോസിലോട്ട് പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു 1.4 എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ലോസിലോട്ട് നമ്മളത് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ വലിയൊരു റിസ്ക് വരത്തുമില്ല. എങ്കിൽ തന്നെ അത് മാർക്കറ്റിങ്ങിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ കോളിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം റീസെൻ്റ്ലി 1 റുപ്പി എബവ് അത് ട്രേഡ് ചെയ്തിട്ടില്ല. നമുക്കൊരു 1 റുപ്പി 40 പൈസയൊക്കെ വേണമെങ്കിൽ അവിടെയും ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാനുള്ള ഒരു റേഞ്ചിലെത്തിയിട്ടുണ്ട്. 1673 രൂപ. മാർക്കറ്റ് ചെറിയ രീതിയിൽ ആ ഒരു റേഞ്ചിൽ തന്നെ റേഞ്ച് ബോണ്ടായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. 101 പോയിൻ്റ് മൈനസ് 100 പോയിൻ്റ്. ഞാനിതിലൂടെ പറയാൻ കാരണം ആ ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയല്ല. നമുക്ക് കിട്ടിയൊരു പ്രോഫിറ്റ്, അതായത് നമ്മൾ 5 രൂപയിലോ 6 രൂപയിലോ സെല് ചെയ്ത ഓപ്ഷൻ നമുക്ക് കിട്ടിയൊരു പ്രോഫിറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ്. നമ്മളിപ്പം സ്റ്റോപ്പ് ലോസ് സ്റ്റിൽ നമ്മൾ അത്രയും ഒരു 10 രൂപയിൽ കീപ്പ് ചെയ്യുന്നതിന് അർത്ഥമില്ല. കാരണം ബൈ ചാൻസ് നമുക്കറിയാം മാർക്കറ്റ് വോളറ്റൈലായിട്ട് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു സഡൻ ന്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഇവിടെ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടിയ പ്രോഫിറ്റിലോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ മൂവ് ചെയ്ത് നോക്കിയതിനാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് മുന്നോട്ട് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ടാർഗറ്റിനോട് അടുക്കും തോറും, അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് നമ്മുടെ ഡയറക്ഷനിൽ പോകുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൂടെ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു പ്രോഫിറ്റ് നമുക്ക് കളയാതെ മാക്സിമം പ്രോഫിറ്റിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പം പലരും ചെയ്യാത്ത കാര്യമാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഓൾറെഡി കിട്ടിയ പ്രോഫിറ്റ് നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. സി 1700 എന്നായിരുന്നു ടാർഗറ്റ്. 1700 അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഇനി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആക്ച്വലി അത് 186 നിന്ന് 184 വരെ ഇറങ്ങിപ്പോയതായിരുന്നു രാവിലെ. എന്നിട്ട് ഞാൻ ആ ഒരു ടാർഗറ്റിൽ തന്നെ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു. 190 നമുക്കിവിടെ കാണാം. ഇന്ന് വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 190.50 പൈസയാണ്. എക്സാക്റ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്.
ചെറിയ റേഞ്ചിൽ 183 ബിലോ ആ ഒരു 183 182 റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തത്. ഒരു പെട്ടെന്നുള്ളൊരു ഹൈക്കിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇന്നത്തെ ഇന്ന് ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്ന 187 നിന്ന് കണ്ടിന്യൂസ് ഡൗൺ ഡയറക്ഷൻ ആയിരുന്നു. എന്നിട്ടുപോലെ നമ്മൾ ആ ടാർഗറ്റ് മോഡിഫൈ ആയത് നമ്മളോട് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ടാർഗറ്റ് കിട്ടി. ഏറ്റവും പീക്ക് ലെവലിൽ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ടൈം കഴിഞ്ഞിരിക്കുന്നു. നമുക്കിവിടെ കാണാം ഈ ഒരു റേഞ്ചിലായിരുന്നു നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ഡയറക്ഷൻ വന്നപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നും എൻ്റെ കോൾ ഓപ്ഷൻ്റെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടായി. പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ₹1.40 പുട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിരുന്നു. 10 രൂപയുണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കിവിടെ കാണാം മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ഡൗൺ ഡയറക്ഷനിൽ വന്നു. പിന്നീടുണ്ടായിരുന്ന ഒരു ഹെവി ഫോൾ ആയിരുന്നു. കാരണം നമ്മുടെ 14,600 ആണ്. പക്ഷേ 14,650 വരെ ഒരു രണ്ട് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം. അറൗണ്ട് 14,650 14,750 ഓൾമോസ്റ്റ് ഒരു 50 പോയിൻറ്റിൽ കൂടുതൽ മൂവ്മെൻറ്റ് ഇവിടെ ഏകദേശം 30 to 50 പോയിൻറ്റ് മൂവ്മെൻറ്റാണ് 2-3 ക്യാൻഡിലൂടെ വന്നിരിക്കുന്നത്. നല്ലൊരു ഡൗൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് ആയിരുന്നു. ഇന്നത്തെ ഒരു മൊത്തം ക്യാൻഡിൽ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു റേഞ്ച് ബോണ്ടിൽ നിന്ന് പുറത്തോട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു. കാരണം സപ്പോർട്ട് രണ്ടാമത്തെ സപ്പോർട്ട് പിവറ്റിൻ്റെ രണ്ടാമത്തെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അത് എക്സാക്ട്ലി മൂന്നാമത്തെ സപ്പോർട്ടിൽ അത് സപ്പോർട്ട് എടുത്തു. മൂന്നാമത്തെ സപ്പോർട്ട് ചെയ്തിട്ടാണത് തിരിച്ച് റെക്കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് 1.4 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് എൻ്റെ 400 രൂപ കിട്ടേണ്ടിയിരുന്ന പ്രോഫിറ്റ് ട്രേഡ് ആയിരുന്നു. പക്ഷേ 300 രൂപയിൽ ഞാനത് എക്സിറ്റ് ചെയ്യേണ്ട വന്നു. പിന്നീട് അത് റെക്കവർ ചെയ്തിട്ട് ഏകദേശം ഒരു 14,700 റേഞ്ചിലാണത് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ചാർട്ടിൽ സംഭവിച്ചത്. നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു, ഡൗൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് ആയിരുന്നു വന്നത്. ഓഫ് കോഴ്സ് അത് ഈ ഒരു പുട്ടിൻ്റെ ഓപ്ഷൻ ഞാനിവിടെ കാണിച്ചു തരാം. പുട്ട് ഓപ്ഷൻ 400 പ്രോഫിറ്റ് കിട്ടേണ്ടത് 135 എക്സിറ്റ് ചെയ്ത് പോയി. ആക്ച്വലി ഇത് 0 ക്ലോസ് 5 പൈസയിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പോൾ നമുക്കിവിടെ കാണാം ഈ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ₹1, അതായത് ₹1 താഴെ ട്രേഡ് ചെയ്യുന്ന സമയത്താണ് ₹1.40 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു ഹെവി ഫോൾ വന്നപ്പോൾ നമുക്കിവിടെ കാണാം പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം 50 പൈസയോളം താന്നു വന്നിരുന്ന പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം പോയിരിക്കും. നിങ്ങൾക്ക് കാണാം ₹5, അതായത് 10 ഇരട്ടി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ₹5 നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ₹5 നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻ്റെ പ്രോഫിറ്റ് പോകും. ഇത് തന്നെ ഈ ഒരു പോയിന്റിൽ നിന്നും അവിടുന്ന് ആ മൂന്നാമത്തെ സപ്പോർട്ടും നിഫ്റ്റി എടുത്തിട്ടില്ല. ഒരു ഡൗൺഫാൾ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു 50 പോയിന്റ് കൂടെ ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഒരു ഓപ്ഷൻ്റെ പ്രീമിയം ₹10 മുകളിൽ പോകുന്നുള്ളതിൻ്റെ അകത്ത് ഒരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യും. നമുക്ക് 300 400 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടിയ ട്രേഡ് 400 രൂപ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോപ്പ് ലോസ് അത്രയും ക്ലോസ് ആയിട്ട്, അതായത് ട്രെയിലിംഗ് ചെയ്തിട്ട് 10 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ₹1.40 വെച്ച്. എനിവേ നമുക്കൊരു 50 പൈസ വരെ കട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു 60 പൈസയിൽ കട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. നമ്മൾ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. എനിവേ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൽ നിന്നും ₹100 നമുക്ക് നഷ്ടപ്പെട്ടു. അതായത് 400 800 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ എനിവേ ആ ഒരു ട്രേഡിൽ നമുക്ക് 400 പ്ലസ് 300 ₹700 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ രാവിലത്തെ ട്രേഡ് 900, അങ്ങനെ ടോട്ടൽ നമുക്ക് 1600 പ്ലസ് ആണ് ഇന്നത്തെ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റാണ്. ആക്ച്വലി നമ്മുടെ എക്സ്പെക്റ്റേഷൻ, അതായത് നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ലൊരു ബെറ്റർ പ്രോഫിറ്റ് കിട്ടി. വലിയ പ്രോഫിറ്റ് നല്ല ഉദ്ദേശിച്ചാണ്. അതേപോലെ തന്നെ എക്സൈഡ് നമ്മുടെ പ്രോപ്പർ എക്സിറ്റ് ആയിരുന്നത്. എക്സൈഡ് നമ്മൾ 190 എക്സിറ്റ് ചെയ്ത് 186 ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ട്രേഡ്. വളരെയധികം ട്രേഡുകളൊന്നും ചെയ്തില്ല. അമരാജ ബാറ്ററി നമ്മൾ ഓർഡർ ഇട്ടിരുന്നെങ്കിൽ നമ്മുടെ ടാർഗറ്റ്, അതായത് 803 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 816 വരെ അതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം 816. പക്ഷേ 828 ഞാൻ ഇട്ടിരിക്കുന്ന ടാർഗറ്റ്. ഹിറ്റായില്ല. എനിവേ ഡെലിവറിയിലുള്ള സ്റ്റോക്കാണ്. അപ്പം ഇത്രയൊക്കെയാണ്. വേറെ ഓർഡേഴ്സൊന്നും ഓപ്പൺ ഓർഡേഴ്സ് ഇല്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ട്രേഡ്. നമ്മളിന്ന് നിഫ്റ്റിയുടെ ചാർട്ട് രാവിലെ മുതൽ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്, ട്രാക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പം ഏതായാലും ഓപ്പൺ പൊസിഷൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പം 400 പോയിൻറ്റ് മൈനസും, ബാങ്ക് നിഫ്റ്റി 400 പോയിൻറ്റും നിഫ്റ്റി 150 പോയിൻറ്റും മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ ഹോളിഡേ ആണ്. അപ്പം മറ്റന്നാളാണ് ഫ്രൈഡേ ആണ് ഇനി ട്രേഡ് ഉണ്ടാവുക. മാർക്കറ്റിൽ ഈ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ പൊസിഷനൊന്നും ക്യാരി ചെയ്യുന്നില്ല. ഓവർനൈറ്റ് പൊസിഷനൊന്നുമില്ല. നമുക്ക് നാളെ ഇപ്പം ഓപ്പൺ പൊസിഷനെ കുറിച്ച് കുറച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം.
അപ്പം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഈ ചെയ്ത ട്രേഡിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത വരുത്തിയ തെറ്റുകൾ എന്തെങ്കിലും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിമർശനങ്ങളോ എന്തോ അതും എല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അറിയിക്കുന്നു. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരുന്നതിനനുസരിച്ച് കൂടുതൽ നല്ല വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇതൊരു പുതിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യൂസ് കുറവാണ്. അപ്പം അത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് പുതിയ വീഡിയോസ്. ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസ് സബ്സ്ക്രൈബേഴ്സും വ്യൂസും വരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഇൻട്രാഡേ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പോട്ട് നല്ല വീഡിയോകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് അനൂപ് ജോസ് സൈനിങ് ഔട്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.